എല്ലാ ഖണ്ഡുകളും ഉത്തരാഖണ്ഡിലേക്ക് സിവിൽ കോഡ് ബിൽ ഇന്ന് നിയമസഭയിൽ അല്പസമയത്തിന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ബിൽ അവതരിപ്പിക്കും. കാത്തിരിപ്പിന് അവസാനമായി എന്നും ധാമി ഇവരുമായി ഗൗതം ചേരുകയാണ്. ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്തിന്റെ മുഴുവൻ ശ്രദ്ധയും ഇപ്പോൾ ഉത്തരാഖണ്ഡിലേക്കാണ്. അല്പസമയത്തിനകം തന്നെ ബിൽ അവതരിപ്പിക്കും. അതുമായി ബന്ധപ്പെട്ട നടപടികൾ തന്നെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? KP അല്പസമയം മുമ്പ് ഡെറാഡൂണിലെ ഉത്തരാഖണ്ഡ് നിയമസഭയിലേക്ക് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഈ കരട് റിപ്പോർട്ടുമായി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഈ ബില്ലിന്മേലുള്ള ചർച്ച നടക്കും. അതിനുശേഷമാണ് ഉത്തരാഖണ്ഡ് നിയമസഭ ഏകീകൃത സിവിൽ കോഡ് പാസ്സാക്കുന്ന ആ ഒരു ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുന്നത്. ഇന്നലെ ഉത്തരാഖണ്ഡിൽ ഡെറാഡൂണിൽ ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗം ഈ ഏകീകൃത സിവിൽ കോഡ് സംബന്ധിച്ചുള്ള കരട് റിപ്പോർട്ട് അത് അംഗീകരിക്കുകയും അതിനുശേഷമാണ് ഇന്നിപ്പോൾ നിയമസഭയിൽ ഈ റിപ്പോർട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. നേരത്തെ 2022 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉത്തരാഖണ്ഡിലെ സർക്കാരിൻ്റെ BJP സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്ന് അധികാര തുടർച്ചയുണ്ടായി കഴിഞ്ഞാൽ ഏകീകൃത സിവിൽ കോഡ് ഏക നിയമം സംസ്ഥാനത്ത് കൊണ്ടുവരും എന്നുള്ളതായിരുന്നു. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിലാണ് പുഷ്കർ സിംഗ് ധാമി സർക്കാരിന് ഭരണ തുടർച്ച ലഭിച്ചത്. 70 അംഗ ഉത്തരാഖണ്ഡ് നിയമസഭയിൽ 47 സീറ്റുകൾ നേടിക്കൊണ്ട് തിളക്കമാർന്ന വിജയം BJP അവിടെ കൈവരിച്ചിരുന്നു. അന്ന് തന്നെ പുഷ്കർ സിംഗ് ധാമി സർക്കാർ ഏകീകൃത സിവിൽ കോഡ് എങ്ങനെ സംസ്ഥാനത്ത് ഇംപ്ലിമെന്റ് ചെയ്യാമെന്ന് സംബന്ധിച്ചുള്ള പഠനങ്ങൾക്ക് തുടക്കം കുറിച്ചു. 2022 മെയ് മാസം 27-ാം തീയതിയാണ് രഞ്ജന പ്രകാശ് ദേശായി എന്ന സുപ്രീം കോടതി മുൻ ജസ്റ്റിസിന്റെ അധ്യക്ഷതയിൽ 5-അംഗ സമിതി രൂപീകരിച്ചത്. ആ 5-അംഗ സമിതി അന്ന് മുതൽ കഴിഞ്ഞ 1.5 വർഷത്തിനിടയിൽ ഏതാണ്ട് 2.5 ലക്ഷത്തോളം ആളുകളുമായി ഇതിന്റെ അഭിപ്രായം ആരായുകയും 70ഓളം പ്രത്യേക യോഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചേരുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഫെബ്രുവരി മാസം 2-ാം തീയതി സംസ്ഥാന സർക്കാരിന് ഔദ്യോഗികമായി തന്നെ കരട് റിപ്പോർട്ട് ഈ 5-അംഗ വിദഗ്ധ സമിതി കൈമാറിയത്. അതിനെ തുടർന്ന് ഇന്നലെ മുതൽ 8-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന പ്രത്യേക നിയമസഭാ സമ്മേളനം ഉത്തരാഖണ്ഡിൽ ഇപ്പോൾ ചേരുകയാണ്. ഈ സമ്മേളനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏകീകൃത സിവിൽ കോഡ് പാസ്സാക്കുക എന്നതാണ്. സർക്കാരിനെ സംബന്ധിച്ച് അത് പാസ്സാക്കാൻ സാധിക്കും. കാരണം 70-അംഗ നിയമസഭയിൽ 47 സീറ്റുകൾ നേടി 3-2 ഭൂരിപക്ഷത്തോടെയാണ് BJP ഉത്തരാഖണ്ഡിൽ ഭരണ തുടർച്ച 2022 നേടിയത്. അതിനാൽ പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് ഏതെങ്കിലും രീതിയിൽ ഉണ്ടായാൽ തന്നെ അത് വകവയ്ക്കാതെ ഈ ബില്ല് പാസ്സാക്കാനും ജനങ്ങൾക്ക് മുന്നിലേക്ക് ഏകീകൃത സിവിൽ കോഡ് മുന്നോട്ട് വയ്ക്കാനും അത് നടപ്പാക്കാനും സർക്കാരിന് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും ഇപ്പോൾ ഉത്തരാഖണ്ഡ് നിയമസഭയിലേക്ക് പുഷ്കർ സിംഗ് ധാമി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ചർച്ചകൾക്ക് ശേഷമാകും വോട്ടിങ്ങിലൂടെ ഈ ബില്ല്, ഈ നിർണായകമായ ബില്ല് പാസ്സാക്കുന്നത്. നമുക്കറിയാം, ഭാരതത്തിൽ ഏകീകൃത സിവിൽ കോഡ് ദേശീയ തലത്തിൽ തന്നെ വേണം എന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. 1947 രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച കാലഘട്ടം മുതൽ തന്നെ ഏകീകൃത സിവിൽ കോഡ് വേണം. കാരണം ക്രിമിനൽ നിയമങ്ങൾക്ക് ഏകീകൃത സ്വഭാവമുണ്ട്. എന്നാൽ വ്യക്തി നിയമങ്ങളിൽ മാത്രം പ്രത്യേക മത നിയമങ്ങൾ പലയിടത്തും കയറി വരുന്നു. പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിനിടയിൽ ശരീഅത്ത് ഉൾപ്പെടെയുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ വ്യക്തി നിയമങ്ങൾ നടപ്പാക്കുന്നത്. അതിനാൽ സ്ത്രീകൾക്കും മറ്റും പലപ്പോഴും നീതി ലഭിക്കുന്നില്ല. അവിടെ ലിംഗവിവേചനം, സ്വത്ത് വീതം വെക്കുന്നതിലും വിവാഹത്തിലും വിവാഹ മോചനത്തിലുമൊക്കെ ലിംഗവിവേചനം ഉണ്ടാകുന്നുവെന്ന വലിയ പരാതി മുസ്ലിം സമൂഹത്തിനിടയിലാണ് വളരെ രൂക്ഷമായിട്ട് ഉള്ളത്. അതിനെല്ലാം പരിഹാരം കാണുന്ന ഒന്നാണ് ഏകീകൃത സിവിൽ കോഡ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് രാജ്യത്തിന്റെ ഭരണഘടനയിൽ 44-ാം അനുച്ഛേദത്തിനകത്ത് ഇക്കാര്യം പ്രത്യേകം സൂചിപ്പിക്കുന്നു കൂടിയുണ്ട്. കാരണം ഏകീകൃത സിവിൽ കോഡ് വേണം, വ്യക്തി നിയമം ഏകീകരിക്കുന്ന രീതിയിലുള്ള നിയമ നടപടികൾ ഭാവിയിൽ ഉണ്ടാകണമെന്ന് ഭരണഘടനാ ശില്പികൾ ആ കാലഘട്ടത്തിൽ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് തന്നെ ഇക്കാര്യം വിശദീകരിക്കുന്നു, ഓർമ്മപ്പെടുത്തുന്നു എന്നുള്ളതാണ്. നിർദ്ദേശക തത്വത്തിനകത്താണ് ഏകീകൃത സിവിൽ കോഡ് സംബന്ധിച്ചുള്ള പരാമർശം കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്നത്. അതിനാൽ ദേശീയ തലത്തിൽ തന്നെ ഏകീകൃത സിവിൽ കോഡ് എന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പക്ഷേ അത് ദേശീയ തലത്തിൽ മുൻപ് അധികാരത്തിലിരുന്ന സർക്കാരുകൾ അതിനോട് മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചു. പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിനിടയിലാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കൂടുതൽ രൂപപ്പെട്ടത്. തീവ്ര ഇസ്ലാമിക സംഘടനകൾ എല്ലാ കാലത്തും ഏകീകൃത സിവിൽ കോഡിനെതിരാണ്. അവർ ശരീഅത്ത് നിയമം മതി എന്ന നിലപാട് മുന്നോട്ട് വെക്കുന്നവരാണ്. അതിനാൽ രാജ്യത്ത് വർഷങ്ങളായി അധികാരത്തിലിരുന്ന, പ്രത്യേകിച്ച് 56 വർഷക്കാലം രാജ്യം ഭരിച്ച കോൺഗ്രസ് പാർട്ടി ഒരിക്കൽ പോലും ഏകീകൃത സിവിൽ കോഡിനെ അംഗീകരിച്ചിരുന്നില്ല. അവരുടെ മുസ്ലിം വോട്ട് ബാങ്ക്, പ്രത്യേകിച്ച് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ തങ്ങൾക്ക് എതിരാകുമോ എന്ന ഭയം നെഹ്റു മുതൽ
മൻമോഹൻ സിംഗ് വരെയുള്ള കോൺഗ്രസ് പ്രധാനമന്ത്രിമാർക്ക് ഉണ്ടായിരുന്നു. അതിനാൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കണമെന്ന സുപ്രീം കോടതി പല ഘട്ടങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞതോ അതല്ലെങ്കിൽ ഭാരതത്തിന്റെ ഭരണഘടനയുടെ 44-ാം അനുച്ഛേദത്തിനകത്ത് ഈ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കണമെന്ന് സംബന്ധിച്ചുള്ള പരാമർശത്തെ പറ്റിയോ ഒന്നും കോൺഗ്രസ് ഒരിക്കലും ഒരു തരത്തിലുമുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിരുന്നില്ല. പക്ഷേ നമുക്കറിയാം 2014 ഭരണമാറ്റത്തിന് ശേഷം ഏകീകൃത സിവിൽ കോഡ് ഉടൻ വരും എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ വളരെ സജീവമായിരുന്നു. കേന്ദ്ര സർക്കാരും അതിനെ പൂർണ്ണമായിട്ട് തന്നെ പിന്തുണയ്ക്കുന്നു. അങ്ങനെ നരേന്ദ്രമോദി സർക്കാർ രാജ്യത്ത് മുഴുവൻ ഒരു ഏകീകൃത നിയമം, വ്യക്തി നിയമം കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വളരെ സജീവമായി നിർത്തുന്നതിനിടയിലാണ് ഇപ്പോൾ BJP അധികാരത്തിലിരിക്കുന്ന ഒരു സംസ്ഥാന തലത്തിൽ UCC നടപ്പാക്കുന്നത് എന്നതാണ് വളരെ ശ്രദ്ധേയമായ ഘടകം. സ്വാഭാവികമായും മറ്റ് സംസ്ഥാനങ്ങളിലും ഭാരതത്തിൽ മുഴുവനും ഏകീകൃത സിവിൽ കോഡ് ഉടൻ വരും എന്ന സന്ദേശം തന്നെയാണ് ഇപ്പോൾ ഈ ദേവഭൂമിയായ ഉത്തരാഖണ്ഡിൽ നിന്നും പുറത്തു വരുന്നത്. KP. ഏതായാലും എല്ലാ കണ്ണുകളും ഉത്തരാഖണ്ഡിലേക്ക് തന്നെയാണ്. ഏക സിവിൽ കോഡ് ബിൽ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ബിൽ അവതരിപ്പിക്കും. കാത്തിരിപ്പിന് അവസാനമായി എന്നാണ് ധാമി അല്പസമയം മുമ്പ് വ്യക്തമാക്കിയത്. ഗൗതമാണ് വിശദാംശങ്ങൾ നൽകിയത്.